ഹായ് ഹലോ, ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ യാത്രയിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും മമ്മിയും പൊന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു ജുഗുനു ഓട്ടോറിക്ഷയിലാണേ. നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഊബർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വഡോദരയുടെ ഹൃദയഭാഗമായ മംഗൾ ബസാറിലേക്കാണ്. ഗേക്വാഡ് രാജകമ്മയുടെ കാലത്ത് തന്നെ വളരെ പ്രശസ്തമായ തെരുവുകളാണ് അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ചാലി മാർക്കറ്റിലെ അതുപോലത്തെ ഒരു കച്ചവട കേന്ദ്രമാണ്. വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്നുവേണ്ട എന്ത് വേണമെങ്കിലും വളരെ തുച്ഛമായ റേറ്റിൽ നമുക്കിവിടെ കിട്ടും. വഡോദരയിൽ ഏറ്റവും തിരക്കേറിയ ഒരു ഷോപ്പിംഗ് സ്പോട്ടാണ് മംഗൾ ബസാർ. വലിയ പ്ലാനുകളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങുക, കുറച്ച് ലോക്കൽ പർച്ചേസ്, പിന്നെ മംഗൾ ബസാറിൻ്റെ ആ ഒരു വൈബൊക്കെ നമുക്കൊന്നറിയാം. അപ്പോൾ വഡോദരയിലെ തിരക്കുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. വെൽക്കം ടു ഹം തും ഡയറീസ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മംഗൾ ബസാറിനടുത്ത് വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ ആദ്യം പോകുന്നത് മദർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗൈഡായിരിക്കും ബസ് പൊന്നു. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോയാലോ. ഇവിടെയൊക്കെ തുണിക്കടയാണ്, അതായത് ഹോൾസെയിലിന് നമുക്ക് തുണികൾ എടുക്കാൻ പറ്റും. ഡ്രസ്സിന്റെ തുണികള്, സാരികള്, ഇവന്റിലൊക്കെ എഴുതാണോ? ആ പക്ഷെ നമ്മൾ തപ്പി എടുക്കുവാണെങ്കിൽ പ്ലെയിൻ ഉള്ളതും കിട്ടും. ഡിപ്പെൻസ്. എല്ലാരും വിളിക്കുന്നുണ്ടല്ലോ. എല്ലാരും വിളിക്കും, പക്ഷെ നമ്മൾ അത് നോക്കാൻ നടക്കണം, അല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. കണ്ടോ, ഇതൊക്കെ എടുക്കുവാണെങ്കിൽ ബ്ലൗസ് തുണികള്, പല പല തുണികൾ നമുക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഹോൾസെയിൽ പക്ക ഹോൾസെയില് നമുക്ക് നല്ല വില കുറച്ച് കിട്ടും. എല്ലാ അമൗണ്ടും നല്ല വില കുറച്ച്, നല്ല ബൾക്കായിട്ട് മേടിക്കാൻ സൂപ്പർ ക്വാളിറ്റിയാണ്. അതായത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഗുജറാത്തിൽ വരുമ്പോൾ സൂറത്ത്, ബറോഡ, ഇതൊക്കെ ടെക്സ്റ്റൈൽ ഏരിയസ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ സാരിയുടെ തുണിയായാലും ബ്ലൗസിന്റെ തുണിയായാലും എന്ത് തുണിയായാലും നമുക്ക് ക്വാളിറ്റിയിൽ നല്ല വില കുറഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യുവാണേ. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഭായിമാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ്, ഏത് ചാനലാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചവരെ കൊണ്ട് ഇപ്പോൾ സമയം കളയാണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. അപ്പൊ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഡൺ. ഏട്ടന് വേണ്ടിയിട്ടുള്ള ഷർട്ടും ജീൻസും എല്ലാ കാര്യങ്ങളും മേടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു വലിയ കലാപരിപാടിയാണ് ഇവിടെ നടന്നത്. അതെന്ന് വെച്ചാല് മമ്മിയുടെ ഫിക്സിംഗ് ആണ്, റേറ്റ് ഫിക്സിംഗ്, ബാർഗെയിനിങ്. അതൊരു വേറെ ലെവലാണ്. ലാസ്റ്റ് ചേട്ടൻ എടുത്തിട്ട് പറയും, ഒന്ന് എടുത്തിട്ട് പോവോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ച മമ്മീനെ. മമ്മി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒന്നിന് എത്ര വില ഇട്ടു എന്നുള്ളത്. മമ്മി അപ്രൂവ് ചെയ്താലേ ഞങ്ങൾ പേയ്മെന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഇടവഴി തന്നെ വേറെ ഷോപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൂടെ ഒന്ന് കയറുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നമ്മൾ തുണി മെറ്റീരിയൽസ് കിട്ടുന്ന കടയിലാണ്. നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് കിട്ടുന്ന കടയിലാണ്. അടിപൊളിയാണ് ആക്ച്വലി. പക്ഷെ ഞങ്ങൾ നല്ല ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്താണ്. മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, ഹിന്ദിയും ഗുജറാത്തിയും ഒക്കെ മിക്സ് ചെയ്തിട്ട്. പക്ഷെ നല്ലതാണ്. ഇവിടെ അടുത്ത് വന്നിരുന്ന ഞാൻ കാണിച്ചു തരാം മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തിടണം. ഇതാണോ നല്ലത് അതോ ബ്ലൂ ആണോ നല്ലത്? ബ്ലൂ ആയിരിക്കും ബെറ്റർ. ബ്ലൂവിൽ ആ റെഡ് വരുന്നില്ലേ, അതാണോ? ഭംഗിയുണ്ട്. അപ്പൊ അതിന്റെ ഷോള് ബ്ലൂ ആണ്, റെഡ് അല്ല. ചെറിയ ചേച്ചിക്ക്. ചെറിയ ചേച്ചി ഈ വ്ളോഗ് പുറത്തു വരുമ്പം കാണും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേച്ചിനെ വിളിച്ചിട്ട് ഇവിടെ റേഞ്ചില്ല. ഇവിടെ എല്ലാം അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്നുണ്ട്, റേഞ്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്ത് വീഡിയോ എടുക്കുക. സോ ഇത് ആക്ച്വലി അവിടെ നമ്മൾ കാണുന്ന മെയിൻ റോഡാ. മെയിൻ റോഡിന് ഉള്ളിലേക്ക് അങ്ങ് കയറി അങ്ങോട്ടോട്ട് പോകുന്നുണ്ട്. സോ ഇതുപോലെ കുറേ കടകളിലൂടെ ഉണ്ട്. നമ്മള് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മിടുക്കിയായിട്ടുള്ള ആള്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യാൻ വരും. ആരെ കൊണ്ടുവരണം കൂടെ? മമ്മിനെ കൊണ്ടുവരണം കൂടെ. നമ്മളിപ്പോ മദർ മാർക്കറ്റിൽ ഇറങ്ങി ഇനി നമ്മള് ന്യായമന്ദിറിലോട്ട് പോവാണ്. ന്യായമന്ദിർ ആക്ച്വലി അല്ല, കോടതി പക്ഷേ ഡിസ്ട്രിക്ട്, വഡോദര ഡിസ്ട്രിക്റ്റിന്റെ കോടതിയായിരുന്നു. അതുകൊണ്ടാണ് ന്യായ് മന്ദിർ എന്ന് പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കോടതിയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഒക്കെ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് മാറി. പക്ഷെ ഇതിപ്പം സിറ്റി ഫുൾ ഷോപ്പിംഗിനുള്ള സംഭവമായി. പറയാം, ന്യായം കിട്ടുന്നത് കോടതിയിലെ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേരിട്ട്.
ഇതേതായത് ന്യായ മന്ദിരുടെ വാതിൽ ഇതാണോ? ഇവിടെ നമ്മൾ ഇപ്പോൾ മംഗൾ ബസാറിൻ്റെ അകത്തേക്ക് കയറാണേ. നിങ്ങൾ ഈ കാണുന്ന പോലെ രണ്ട് വശങ്ങളിലും ഒരുപാട് കടകളാണ്. പല പല സാധനങ്ങളൊക്കെ വെക്കുന്ന കുറേ കടകൾ. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ എല്ലാവരും. വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും കരകൗശല വസ്തുക്കൾ, ഈ കാണുന്ന പോലെ അത്തറിൻ്റെ കടകൾ, വീട്ടിലെ ഉപകരണങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ, കിച്ചണിലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമുക്കിതാ ഈ ഒരൊറ്റ സ്ഥലത്തു നിന്ന് കിട്ടുന്നുള്ളതാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. എന്താ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോസ്മെറ്റിക്സിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ കയറുകയാണ്. അതും ഇവിടെ ഇതുപോലെ കിട്ടും. ഒരുപാട് കടകളുണ്ട്. അതുപോലെ ഒരു സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ നമുക്ക് രണ്ട് വശങ്ങളിലും ഇതുപോലെ ഡ്രസ്സുകളാണ്. വില കുറഞ്ഞതും കൂടിയതും ഹോൾസെയിൽ വിലയ്ക്ക് വെക്കുന്ന സാധനങ്ങളും എല്ലാം കാണാം. ഇത്രമാത്രം കടകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞല്ലോ, ചാലയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ സ്ട്രെയിറ്റ് റോഡിൽ ഒരുപാട് മാർക്കറ്റ് കാണാം. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇരട്ടി ഉണ്ടാവും ഈ ഒരു മംഗൾ ബസാർ മുഴുവനായിട്ട്. വളരെ ചെറിയ തുകയിൽ സാധാരണക്കാർക്ക് വരെ വന്ന് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം നമുക്ക് ഈ കടകളിലൊക്കെ കാണാൻ പറ്റുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഈ പറഞ്ഞ പോലെ രാവിലെ സമയങ്ങളിൽ തിരക്കുകൾ വളരെ കുറവാണ്. മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആവാൻ തന്നെ ഏകദേശം 10-11-12 മണി അടുപ്പിച്ചാകും. പിന്നെ അങ്ങോട്ട് തിരക്കാണ്. ഒരു രാത്രി നമ്മൾ ഏത് സമയത്ത് വന്നാലും ഇങ്ങോട്ട് കടക്കാനേ പറ്റത്തില്ല, അത്രമാത്രം തിരക്കാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ചെറിയ സ്കൂട്ടറും ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ കൂടെ അതെങ്ങനെ പോകുന്ന അറിയില്ല. എല്ലാവരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ഒരുപാട് സംഭവങ്ങളും കൂടെ കാണാം. പല പല കടകളാണ്. ഫുഡ് ഷോപ്പുകളുണ്ട്. ഈ സ്ട്രീറ്റ് ഇങ്ങനെ ഇടതിരിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അവരെ ഫോളോ ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. മമ്മിയാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. മമ്മിക്ക് ഇവിടുത്തെ എല്ലാ ഇടവഴികളും വളരെ കാണാപ്പാടാണ്. ഞങ്ങൾ അങ്ങനെ നടന്നു പോവാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു കടയിൽ കയറാം. ഇത് ലേഡീസ് വെയറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. കുറച്ചൊരു വലിയ കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ലിഫ്റ്റൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. യെസ്, 1, 2, 3, 4ാമത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ആഹാ, സൂപ്പർ. താഴെ ബെഡ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നീളത്തിന് മാട്രസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അവരിങ്ങനെ നിരത്തിയിട്ട് നമ്മുടെ മുന്നിലേക്കായിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിരത്തിയിടുകയാണ്. ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കി വാങ്ങാം. സംഭവം കൊള്ളാം. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. ഇങ്ങനെ ഒരു പർച്ചേസിങ് സ്റ്റൈല് ആദ്യമായിട്ടാണ്. ആ ചേച്ചി വന്നിരിപ്പുണ്ട്. അവർ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയും റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ്. നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ വെയേഴ്സ്, കുർത്താസ്, കോട്ട് സെറ്റ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. സോ താഴത്തെ നെല്ലിലിട്ട് ഞങ്ങൾ വന്നു. ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉണ്ട് കേട്ടോ. പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി തിരിച്ച് വന്ന വഴിയിലൂടെ നടക്കുകയാണ്. ഞങ്ങളൊരു മറ്റൊരു ഇടവഴിയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോയി വേറെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് വെയേഴ്സും കാര്യങ്ങളൊക്കെ. സോ അതിൻ്റെ ഒരു ഷോപ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, മോഡേൺ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതും എല്ലാം. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. കുറേ കടകൾ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഞാനൊരു ബാഗും തൂക്കി നടക്കുകയാണ്. പൊന്നു പുറകെ ഉണ്ട്, മമ്മിയുണ്ട് മുന്നിൽ. യെസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെയും കൂടി ഒരു ഫേവറേറ്റ് സ്പോട്ടായ സ്ഥലത്താണ്. കച്ചോരി കഴിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കച്ചോരി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. പ്യാരേലാൽ കച്ചോരി വാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ പ്ലേറ്റിൽ ഒരു വലിയ പൂരി പോലുള്ള ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. കുറേ സ്റ്റഫൊക്കെ ചെയ്തിട്ട് നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഓരോന്നോരോന്ന് പറഞ്ഞു. കുറച്ച് ഹെവിയാണ് കേട്ടോ. നമ്മളൊരു ബർഗറൊക്കെ കഴിക്കുന്ന അത്രയും വലിപ്പമുണ്ട്. പ്യാരേലാൽ കച്ചോരി വാല. സോ ഞങ്ങളിവിടെ കുറച്ചും കൂടെ മാറി നിന്ന് വേണം കഴിക്കാൻ. നല്ല തിരക്കുണ്ട്. അത്രയും മാത്രം തിരക്കുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പോൾ ഷോപ്പ് തുറന്നിട്ടേ ഉള്ളൂ. പതുക്കെ ഇങ്ങനെ തിരക്ക് കൂടി വരികയാണ്. അങ്ങനെ ബാഗും സാധനങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ഞങ്ങൾ കച്ചോരി കഴിക്കുകയാണ്. തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ഷോപ്പാണ്, പക്ഷെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ. ഒരുപാട് വ്ലോഗുകളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കച്ചോരി കഴിക്കാനായിട്ട് തന്നെ പ്രത്യേകിച്ച് ആൾക്കാർ വരാറുണ്ട്. വ്ളോഗേഴ്സും അതുപോലെ കച്ചോരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും വന്ന് കച്ചോരി കഴിക്കാൻ വരും. ഈ കാണുന്ന പോലെ അപ്പുറം ഇപ്പുറം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കടകൾ കാണാം. വലിയൊരു മാർക്കറ്റാണ്. ഞങ്ങളിതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കയറി ഇറങ്ങി പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ വേറൊരു കടയിലേക്ക് കയറുകയാണ്. പപ്പയ്ക്ക് ഒരു ഷർട്ട് എടുക്കാൻ വന്നതാണ്. പൊന്നും മമ്മിയും കൂടെ ഇരുന്നതൊക്കെ നോക്കുകയാണ്, സെലക്ഷനും കാര്യങ്ങളൊക്കെ.
അതും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. സമയം ഏകദേശം 1-2 മണിയാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എന്താവശ്യ സാധനങ്ങൾക്കും വളരെ തുച്ഛമായ തുകയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആർക്കും ധൈര്യമായിട്ട് സമീപിക്കാവുന്ന ഒരു മാർക്കറ്റാണ് മംഗൾ ബസാർ. പിന്നെ ഒരു കാര്യമുണ്ട്, അത്യാവശ്യം ഒരു ബാർഗൈനിങ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാജാവായിട്ട് ഇവിടെ വിലസാം. 500 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മംഗൾ ബസാർ നിങ്ങൾക്ക് സ്വന്തമാണ്. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ചീപ്പ് റേറ്റിൽ നമുക്ക് വേറെ എവിടെയും പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ലഹരിപുര ഗേറ്റിനും മാണ്ഡവി ഗേറ്റിനും ഇടയിലാണ് ഈ ഒരു മാർക്കറ്റിങ്ങിനെ നീണ്ടു കിടക്കുന്നത് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. വഡോദരയിലെ സാധാരണക്കാരുടെ ഒരു ഷോപ്പിംഗ് മാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സിറ്റിയുടെ പൾസ് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ മംഗൾ ബസാറിലേക്ക് വരണം. ഇവിടെ വഡോദരയിൽ ഒരുപാട് മാളുകളൊക്കെ ഉണ്ടെങ്കിലും വഡോദരക്കാർക്ക് മംഗൾ ബസാർ എന്ന് പറയുന്നത്, മംഗൾ ബസാറിനോടുള്ളൊരു സ്നേഹം അതൊന്ന് വേറെ തന്നെയാണ്. ഇത് ചിലപ്പോൾ ഒരു മാർക്കറ്റ് മാത്രമല്ല, അവരുടെ ഒരു വികാരം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വഡോദരയിൽ വരികയാണെങ്കിൽ മംഗൾ ബസാറിലെ ഈ ഒരു പൊടിയും തിരക്കും കൊണ്ടിട്ട് ഒരു മസാല ചായയും കച്ചോരിയൊക്കെ കഴിക്കാണ്ട് ആരും മടങ്ങരുത്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.